ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരുപാട് മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളെ ഒന്ന് കാണാൻ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനവൻ്റെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിൽ ആരോടും മിണ്ടാതെ ഒറ്റക്കിരുന്ന് കിട്ടാവുന്നത് കഴിച്ച് ജീവിച്ചപ്പോൾ ആ മാതാപിതാക്കളോട് നമുക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ആയുസ്സിൽ അഡ്രസ്സാക്കപ്പെട്ട ഉമ്മയോ വാപ്പയോ അള്ളാന്റെ അരികിലേക്ക് മടങ്ങിയാൽ ആ സെക്കൻഡ് മുതൽ നഷ്ടപ്പെടുന്നത് എന്റെയും നിങ്ങളുടെയും അഡ്രസ് കൂടിയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അടയാളങ്ങൾ കൂടിയാ. ആരാണെന്ന് ചോദിച്ചാൽ നെഞ്ചും വിരിച്ചിന്നവന്റെ മകനാണെന്ന് പറയാൻ കബറിൽ കിടക്കുന്ന വാപ്പാന്റെ പേരുച്ചരിക്കാൻ പോലും ധാർമ്മിക ബോധമില്ലാത്ത, ധാർമ്മിക അവകാശമില്ലാത്ത മക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട്. 4ഉം 5ഉം മക്കളെ ആയുസിന്റെ ബലം കൊണ്ട് കെട്ടിപ്പടുത്ത് പരിപാലിച്ച് പഠിപ്പിച്ച് വലുതാക്കിയിട്ടും ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു മക്കളുടെ വാക്കുകൊണ്ട് പോലും സമാധാനം കിട്ടാതെ 4 ചുമരിനുള്ളിൽ നെഞ്ചു പൊട്ടി ജീവിച്ചൊരു വാപ്പയാണ് എൻ്റെ വാപ്പയെങ്കിൽ, ഉമ്മയെങ്കിൽ, നിങ്ങൾ സമ്പാദിച്ചോ, നിങ്ങൾ കെട്ടിപ്പടുത്തോ, നിങ്ങൾ ആസ്വദിച്ചോ, പക്ഷേ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ യാത്ര അവസാനിക്കുന്നത് അതേ വാർദ്ധക്യത്തിലേക്ക് തന്നെയായിരിക്കും. ഇതൊന്നും കറുത്തു നിന്നുകൊള്ളണമെന്നില്ല, ഇതൊന്നും ഫലപ്പെട്ട് നിന്നുകൊള്ളണമെന്നില്ല, ഇതൊന്നും ഷാർപ്പായിട്ട് കാണണമെന്നില്ല, ഇതൊന്നും കൃത്യമായി മിടിച്ചു കൊള്ളണമെന്നില്ല. ആ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എന്നെ ഓർത്തെന്റെ വാപ്പ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലിന്റെ 1000 മടങ്ങ് അനുഭവിപ്പിക്കാതെ ഒരു മക്കളെയും ഞാൻ തിരിച്ചു വിളിക്കില്ലെന്ന് അള്ളാഹുവിന്റെ വചനമാണെങ്കിൽ, മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു, അസ്റഅൽ അദാബ്, അസ്റഅൽ അദാബ്, ഈ ലോകത്ത് റബ്ബ് നൽകുന്ന ഏറ്റവും വലിയ വേഗത്തിലുള്ള ശിക്ഷ ഉഖൂഖൽ ഉമ്മഹാത്ത്, സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്കുള്ളതായിരിക്കും. നമ്മളെ മാതാപിതാക്കൾ മനസ്സമാധാനത്തോടെയാണോ കബർ കിടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് കബർ പറമ്പിലേക്ക് പോകുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല. ഞാനൊക്കെ പറയാറുണ്ട്, നാട്ടിലുള്ള കബർ പറമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ മയ്യത്തിന്റെ അരികിൽ ചെന്ന് ഒരു 3 പിടി മണ്ണൊക്കെ വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലാൻ ഇന്ന് ചിലർക്ക് നേരല്ല. കാരണം ദുനിയാവാണ് വലുത്. ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അതിനൊന്നും വലിയ നേരം കിട്ടുന്നില്ല. പക്ഷേ നാളെ നമ്മളെ വാപ്പ ആ മണ്ണ് കിടക്കുന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ കാല് വെക്കുമ്പോൾ അന്ന് നമ്മളെ നെഞ്ചുപടയും. ഓരോ മയ്യത്ത് ആ മണ്ണ് കൊണ്ടെക്കുമ്പോഴും തൊട്ടപ്പുറത്തെവിടെയോ ആ പള്ളിക്കാട്ടിൻ്റെ അടിയിൽ കിടക്കുന്ന ഉമ്മാനെ ഓർത്ത് നമ്മൾ കരയും. ആ കരച്ചിൽ കരയാതിരിക്കണമെങ്കിൽ മക്കളെ, ദുനിയാവിൽ പടച്ച റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച നമ്മളെ ഏൽപ്പിച്ചത് ആ കൈകളിലാണെങ്കിൽ, അവരെ ഏൽപ്പിച്ചത് നമ്മളെ കൈകളിലാണെങ്കിൽ ആ സന്തോഷത്തോടു കൂടി അവരെ തിരിച്ച് യാത്രയാക്കാൻ പറ്റണം.